ഹായ്, ഫ്രൈഡേ ആണെന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയാലോ. ഇന്ന് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് മുന്നിൽ സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി രണ്ടുപേര് ട്രൈ ചെയ്തിട്ട് ബിരിയാണി ചെമ്പിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ബിന്ദു മധു ട്രൈ ചെയ്തിട്ട് സൂപ്പറായെന്ന് പറഞ്ഞു. താങ്ക് യു ബിന്ദു. അതുപോലെ തന്നെ ഷിജാസ് മുഹമ്മദ് ദുബായിൽ നിന്നാണ്. ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ എനിക്കൊരു ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബർഗർ ഒരുപാട് പേർക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് വീട്ടിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് നല്ല ടേസ്റ്റി ചിക്കൻ ബർഗേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 4 ബർഗറിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് 250 ഗ്രാംസ് 250 ഗ്രാം മിൻസ് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ കീമ ആവശ്യമുണ്ട്. അത് നന്നായിട്ട് കഴുകി ഞാൻ പ്രസ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ആ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. പിന്നെ ഒരു സ്ലൈസ് വൈറ്റ് ബ്രെഡ് വേണം. ഇത് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഗാർലിക് സോൾട്ട്, 1/2 ടീസ്പൂൺ ഓണിയൻ പൗഡർ. ഈ 2 ഐറ്റംസ് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഗാർലിക് സോൾട്ടിന് പകരം ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഉപ്പ് പാകത്തിന് ചേർക്കാം. അതുപോലെ തന്നെ ഓണിയൻ പൗഡറിന് പകരം ഓണിയൻ അരച്ച് പേസ്റ്റ് ആക്കിയത് ഉപയോഗിക്കാം. പക്ഷേ ഈ ഗാർലിക് സോൾട്ടും ഓണിയൻ പൗഡർ കിട്ടാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഫ്ലേവറും റിസൾട്ടും തരുന്നത്. ഒരു നുള്ളു ഉപ്പ് അല്ലെങ്കിൽ 1/8 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1-2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പച്ച ഭാഗം ഇലകൾ ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഡിജോൺ മസ്റ്റർഡ്, നമ്മുടെ മഞ്ഞ മസ്റ്റർഡ് സോസാണിത്. അത് ഡിജോൺ വെറൈറ്റി തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് ആ ബർഗർ നല്ല മോയ്സ്റ്റ് ആൻഡ് ടെൻഡർ ആവും. സാധാരണ മസ്റ്റർഡ് ഇതിലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, പക്ഷേ ഡിജോൺ മസ്റ്റർഡ് ആണ് പ്രിഫേർഡ്. പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങനീര്, 4 ടേബിൾ സ്പൂൺ എണ്ണ. കുക്കിംഗ് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ 4 ബർഗർ ബൺസ് വേണം. ഒരു വിധം സൈസുള്ള ബർഗർ ബൺസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയും ഇടുന്നുണ്ട് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ. പിന്നെ ഒരു ലാർജ് ടൊമാറ്റോ വേണം. നമുക്ക് സ്ലൈസ് ചെയ്യാനാണത്. ബർഗറിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ലെറ്റസിൻ്റെ ലീവ്സ് വേണം. ഐസ്ബർഗ് ലെറ്റസ് ആണ് യൂസ് ചെയ്യണത്. 8 വലിയ ലീവ്സ് ആയിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഡിൽ പിക്കിൾ, കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കുക്കുംബർ പിക്കിളും, പിന്നെ മയണൈസും കെച്ചപ്പും വേണം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് നന്നായി വെള്ളം പോയ ചിക്കൻ കീമയാണിത്. അതൊരു ബൗളിലേക്ക് ഇടാം. പിന്നെ ഒരു സ്ലൈസ് വൈറ്റ് ബ്രെഡ് കീറി ഒരു ചെറിയ മിക്സിയിലിട്ട് നമുക്ക് ക്രംസ് ഉണ്ടാക്കണം. ഇതുപോലെ എളുപ്പത്തിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസും കീമയും കൂടി ഒരുമിച്ച് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ബർഗറിനൊക്കെ ഉള്ള മിക്സ്ചർ കമ്പൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ജെൻറ്റലായിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർലിക് സോൾട്ട്, ഓണിയൻ പൗഡറും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ്, ഒന്നും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം അത് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവണ വരെയും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നാരങ്ങ നീരും നമ്മുടെ ഡിജോൺ മസ്റ്റർഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതും കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് ജെൻറ്റിലായിട്ട് വേണം ഇതെല്ലാം കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇനി നമുക്കിത് 4 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബോളാക്കാം. ഇനി നമുക്കിത് ബർഗറിൻ്റെ പാറ്റി ഷേപ്പിലേക്ക് ആക്കാം. അതിനുവേണ്ടി ഒരു ട്രേയിൽ വാക്സ് പേപ്പർ അല്ലെങ്കിൽ കുക്കി ഷീറ്റ് ലൈൻ ചെയ്തതിന് ശേഷം അതുമേൽ പ്ലേസ് ചെയ്യാം നമ്മുടെ ബോൾ. എന്നിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഡിസ്കാക്കി പാറ്റി ആക്കാം. ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം കുറച്ചും കൂടി അമർത്തണം. ഇപ്പോൾ സൈഡ്സ് കുറച്ചും കൂടി പൊങ്ങി നിൽക്കും. ഇതുപോലത്തെ ഷേപ്പ് ആക്കണം. എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഈവനായിട്ട് ചുരുങ്ങി പോവാണ്ട് നമ്മുടെ പാറ്റീസ് നിൽക്കുകയുള്ളൂ. ഇനി ഈ ട്രേയോടുകൂടി തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഒരു 10 മിനിറ്റ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഗ്രിൽ പാൻ ചൂടാക്കാം. ഗ്രിൽ പാനാണ് ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിൽ സാധാരണ ഒരു ഫ്രൈങ് പാൻ, അല്ലെങ്കിൽ പുറത്ത് ബാർബിക്യൂ ആണെങ്കിൽ ബാർബിക്യൂവിലും ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ഫ്രൈങ് പാനിൽ കുറച്ച് എണ്ണ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 പാറ്റീസ് ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നത്, നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ച്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാറ്റീസ് ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോൾ നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. പാനിലേക്ക് ഇടുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ കൂടുതൽ ചൂടാവരുത്. ചൂടായി വരുന്ന സമയത്ത് തന്നെ വെക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ പാറ്റീസ് ലേ ചെയ്ത ഉടനെ നമുക്കിത് ഇണക്കരുത്. കുറച്ച് നേരം അത് അനങ്ങാതെ തന്നെ അത് കുക്ക് ചെയ്യണം. വേണമെങ്കിൽ പാനൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, എണ്ണ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീഡിയം തീയാണ്. അതിൽ നമ്മൾക്ക് കാണാം അടിയിൽ നിന്ന് നമ്മുടെ ചിക്കൻ പാറ്റി വൈറ്റ് കളർ ഇങ്ങനെ കുക്ക് ചെയ്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ്. അടിയിൽ ബ്രൗണായി ഇങ്ങനെ വൈറ്റായി മുകളിലേക്ക് കയറി വരും ആ വൈറ്റ് കളർ. അത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പാൻ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ഈ പാറ്റിമിൽ നേരെ തൊടണ്ട, പാറ്റി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. അടിഭാഗം ബ്രൗണായി പകുതി വരെ ഇങ്ങനെ ഈ വെള്ള കളറ് കയറി വരുമ്പോൾ നമുക്ക് ഇനി അത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ് സ്പാച്ചുല വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറും ഗ്രിൽ മാർക്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും അടിയിൽ നിന്ന് വൈറ്റ് കളറ് ഇതുപോലെ തന്നെ പൊങ്ങി കാണുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. രണ്ടാമത്തെ സൈഡ് ആദ്യത്തെ സൈഡിൻ്റെ അത്രയും സമയം എടുക്കില്ല. പക്ഷേ ഇതുപോലെ തന്നെ ആദ്യം അനക്കണ്ട, കുറച്ച് നേരം ഇത് അനങ്ങാതെ തന്നെ ഇരുന്നാൽ മതി. നമുക്ക് കുക്കായി വരുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. പാറ്റീസിൻ്റെ അടിയിൽ എണ്ണ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പാനൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ പാറ്റീമിൽ നേരെ തൊടണ്ട. ഇപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ അല്ലെങ്കിൽ മിൻസ് ചിക്കൻ, കീമ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കുക്കാവുന്നതാണ്. ഇത് വെന്തിട്ടില്ല എന്നോർത്ത് കൂടുതൽ നേരം കുക്ക് ചെയ്യണത് പലരും ചെയ്യണ ഒരു മിസ്റ്റേക്കാണ് കുക്കിങ്ങിൽ. ഈ കളറ് നോക്കി അതിൻ്റെ ഇത് തന്നെ നോക്കി അതിൻ്റെ ഒരു ബൗൺസി ആയിട്ട് വരും. അപ്പോഴാണ് ചിക്കൻ ശരിക്കും പെർഫെക്റ്റ്ലി ഡൺ ആണെന്ന് അറിയുന്നത്. ഇത് ഓവർ കുക്കായാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഭയങ്കര ഡ്രൈ ആവും, മോയ്സ്ചർ മുഴുവൻ വലിച്ചിട്ട് ഡ്രൈ ആവും. അതേപോലെ തന്നെ ഫ്ലേവർ ഒട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഓവർ കുക്ക് ചെയ്ത പാറ്റീസിന് തീരെ ടേസ്റ്റ് കാണില്ല. അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ താഴെ നമ്മൾ ഗോൾഡൻ കളർ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് വെന്ത് കിട്ടാനാണ്. കാരണം ആ ഭാഗം കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സൈഡും റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് സൈഡിൻ്റെ ഗ്രിൽ മാർക്സ് ഇതേപോലെ കിട്ടില്ല, കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള 2 ബർഗർ പാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം, നമ്മൾ ഈ ബർഗർ പാറ്റി പാനിലേക്ക് ആദ്യമായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് സൈഡായിരിക്കണം ആദ്യം താഴെ മുട്ടുന്നത്, ആ കുഴിയുള്ള സൈഡ് മുകളിലും. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അടിയിൽ ഗോൾഡൻ ബ്രൗൺ ആവണ്. അതുപോലെ ആ വൈറ്റ് കളർ കയറി വന്ന് പകുതി എത്തിയപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ എന്നിട്ട് അതേപോലെ മറ്റേ സൈഡ് കുക്ക് ചെയ്യാണ്.
ആ അടിഭാഗം ഒന്ന് ഗോൾഡനായി കണ്ടു തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ സെൻറ്റർ. ഇത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ എത്ര ടെൻഡർ ബൗൺസി ആയിട്ടിരിക്കണം നമ്മുടെ ബർഗർ പാറ്റി. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവുമാണ് വരുന്നത് നമ്മുടെ ബർഗർ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഇതിനേക്കാളും കൂടുതൽ നേരം ഗ്രില്ല് ചെയ്യരുത്, നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബർഗേഴ്സ് അസംബിൾ ചെയ്യാം. അതിനുവേണ്ടി ബർഗർ ബൺസ് എടുത്തിട്ട് പകുതിയായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ യൂസ് ചെയ്ത ഗ്രിൽ പാൻ തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൽ വെച്ച് നമുക്ക് ബർഗർ ബൺസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ എണ്ണ പാടില്ല ഗ്രിൽ പാനിൽ, അല്ലെങ്കിൽ അത് എണ്ണ കുടിച്ചു പോകും. ഒന്ന് ലൈറ്റായിട്ട് തുടച്ചിട്ടുണ്ടായാൽ മതി. അങ്ങനെ നമ്മുടെ ബൺസ് എല്ലാം ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരേ അളവിൽ തന്നെ കെച്ചപ്പും മയണൈസും കൂടി മിക്സ് ചെയ്ത് ഒരു സോസാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബണ്ണുമിൽ താഴത്തെ ബണ്ണ് ആദ്യം എടുക്കുക, അതുമിൽ സോസ് ആവശ്യത്തിന് പരത്തിയതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ബർഗർ പാറ്റി, ചിക്കൻ പാറ്റി പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ രുചി അനുസരിച്ച് നമുക്ക് ടൊമാറ്റോ, ദിൽ പിക്കിളും ലെറ്റസും കൂടി ചേർത്ത് ടോപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ സവാള സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. ശരിക്കും ചിക്കൻ ബർഗറിന് ഓണിയൻ സ്ലൈസസ് ആഡ് ചെയ്യാറില്ല, അത് ബീഫ് ബർഗറിനാണ്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനിയിപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കാനാണ് പ്ലാനെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ബർഗറിൻ്റെ പാറ്റി താഴത്തെ ബണ്ണുമിലും പ്ലേസ് ചെയ്യാം. നമ്മുടെ പിക്കിളും ടൊമാറ്റോ ലെറ്റസും ഒക്കെ മറ്റേ ബണ്ണുമിലും പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കഴിക്കാൻ നേരത്ത് താഴത്തെ ആ ബർഗറും ബണ്ണും പാറ്റിയും ബണ്ണും മാത്രം എടുത്ത് മൈക്രോവേവിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ അടിയിൽ വെച്ച് ചൂടാക്കാം. എന്നിട്ട് മുകളിലത്തെ ആ ബണ്ണ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്യാം. ഇങ്ങനെ കഴിക്കുമ്പോൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, പക്ഷെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാവും എനിക്ക് ടൊമാറ്റോ വേണ്ട, എനിക്ക് ലെറ്റസ് വേണ്ട, എനിക്ക് പച്ചക്കറി ഒന്നും വേണ്ട എന്ന് വാശി പിടിക്കുന്ന ആ കുട്ടികൾക്ക് നമുക്ക് ചീസ് മാത്രം വെച്ചിട്ട് നമുക്ക് മൈക്രോവേവ് ചെയ്ത് ആ ചീസ് ഒന്നും മെൽറ്റ് ആവണ വരെയും ചൂടാക്കാം. അല്ലെങ്കിൽ ഓവൻ്റെ ബ്രോയിലറിൻ്റെ അടിയിൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കവർ ചെയ്യാം. അപ്പോൾ ചിക്കൻ ചീസ് ബർഗറായി അത്. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ബർഗർ ഉണ്ടാക്കിയില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്ക്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂട്ടി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.